ഇന്നത്തെ പരിപാടി എന്തൊക്കെയാ? ഇന്നത്തെ പരിപാടി ഭരതനാട്യം, മൈമ്, വേറെ പരിപാടി. സംസാരിക്ക്, എങ്ങനെയുണ്ട് കലോത്സവം? തുടങ്ങിയില്ലല്ലോ. ഇന്നലെ വരണമായിരുന്നു. പറ, എന്ത് പറയണം? എന്തെങ്കിലുമൊക്കെ പറ. ഇവിടെ പ്രോഗ്രാം ഒന്നും തുടങ്ങിയില്ല. അതെന്താ തുടങ്ങാത്തെ? അതുകൊണ്ട് പ്രോഗ്രാം തുടങ്ങിയിട്ട് വീട്ടിൽ പോകുന്നു. ഗൈസ്, ഇന്നലത്തെ പോലെ ഇന്ന് വലുതായിട്ട് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഡ്യൂട്ടി കിട്ടു. ഇന്നലെ ചുമ്മാ തെണ്ടിപ്പറക്കി കിടക്കുമായിരുന്നു. എനിക്ക് ഇന്ന് ഇവളോടെയാണ് ഗൈസ് ഡ്യൂട്ടി ടേക്കുന്നത്. അതുകൊണ്ട് മെനക്കേടാ. അതുകൊണ്ട് ഇച്ചിരി കൂടെ മെനക്കേടാവോ? ഞാനാണെങ്കിൽ അവിടെ സുഖമായിട്ടിരുന്ന് ചുമ്മാ രജിസ്റ്റർ ചെയ്ത് എഴുതിയാൽ മതിയായിരുന്നു. അവിടെ എന്നെ അവള് അതൊക്കെ കാണാൻ എനിക്ക് ദൂരെ ഉള്ളു കാണാൻ വയ്യാത്ത എനിക്കാണെങ്കിൽ അതൊക്കെ രസം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ചുമ്മാ ഇരുന്നങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. അവൾക്ക് ഒക്കത്തില്ല. അവൾ എന്നെ അവിടെ നിന്ന് എണീപ്പിച്ച് കൊണ്ടുവന്നു. കുറച്ച് പണി ഒതുക്കി കൊടുക്കാന്ന്. ഇനി നമുക്ക് ഒരു ഇതും കൂടി എടുക്കണം. ഏത് ഒരു കൊച്ചിന്റെ ഇതും കൂടെ രജിസ്റ്റർ ചെയ്യണം. ഓ, ഇനി അതിനാണ് പോണത്. ഓക്കെ. പക്ഷെ ആ കൊച്ചി ഇതുവരെ വന്നില്ല. എപ്പോ വരും? അല്ല, ഇതുവരെ അത് രജിസ്റ്റർ തുടങ്ങിയില്ല. തുടങ്ങാൻ പാപ്പം പോയാൽ പോരെ? എന്തിനാണ് ഇപ്പോഴും അവിടെ പോയി ഇരിക്കുന്ന? 3 മണിയൊക്കെ ആവും അതിന്റെ പ്രോഗ്രാം. എപ്പോഴാണ് തുടങ്ങുന്നത് നമ്മളെ പരിപാടി? നമ്മളെ ഡ്യൂട്ടിക്ക് പോകേണ്ട സമയം അത് 11 മണിക്ക് തുടങ്ങണ്ടുള്ളായിരുന്നു. ഇപ്പോഴൊന്നും തുടങ്ങത്തില്ല. ഉച്ച കഴിയും മിക്കവാറും. അത്ര നേരം തെന്നി നടക്കാം. ഞാൻ പുതിയ കമ്മൽ വാങ്ങി. ഞാനും വാങ്ങിച്ചു ഗൈസ്. ആന്ധ്രയുടെ മാമയെ വിളിക്കുന്നോ? നമ്മളൊരു കൊച്ചിന് എന്താണ് പോയം റെസിറ്റേഷൻ ആണോ? പോയം റൈറ്റിംഗ് അതിന് കൊണ്ടാക്കി. പോയിട്രി റൈറ്റിംഗ്. ആ, ശരിയാ. ഗൈസ്, ഭയങ്കര മഴ വരാൻ പോകുന്നു ഗൈസ്. സുനാമി വരുമെന്നൊരു സംശയമുണ്ട്. ഒന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. ഇന്നലത്തെ പ്രോഗ്രാമുണ്ട്. ഞാൻ പെട്ടു. ഇവിടെ മാറിയുടെ പെട്ടു. കേരളം നിന്ന് കത്തുമല്ല, പെയ്യും. ഞാനുണ്ടോ ഇന്നലത്തെ അതില്? ഉണ്ട്. നീയേ ഉള്ളൂ അതില്. മഴ വന്ന പോപ്പിക്കൂടാ. ഗൈസ്, ഇതിനകത്തുള്ള ഫുഡ് ട്രക്ക് ആണ്. നമ്മൾ അവിടെ നിന്ന് എന്ത് മേടിക്കും? ലോഡഡ് പ്രൈസ്. ലോഡഡ് പ്രൈസ് വാങ്ങിക്കും ഗൈസ്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings. സാധനം കൊള്ളത്തില്ല. അടിപൊളി സാധനം. ഞാൻ വെറുതെ പറയുന്ന. ഗൈസ്, ഇന്ന് നമുക്ക് നേരത്തെ തന്നെ ഫുഡ് കിട്ടി. ഇവിടുത്തെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തെ കോളേജിലോട്ട് കയറണം. അതിന് മുന്നേ പരിപാടി കാണണം. പരിപാടിക്ക് ഇന്ന് കാണാനായിട്ട് ഒന്ന് കറക്കാം. ഇവിടെ ഒന്ന് കറങ്ങണം. അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തോട്ട് പോകുന്നതായിരിക്കും. सबको अपने जीवन को आगे लाने में या फिर आगे बढ़ाने में कई सुविधाओं की जरूरत है। अभी आप बाहर देख सकते हैं, हम सब बारिश के मौसम में हैं। इसी बारिश के मौसम में हम सबको एक सख्त जरूरत है। ഗൈസ്, ഇന്ന് ഭയങ്കര മഴയുള്ളൊരു ദിവസമാണ്. രാവിലെ തൊട്ടേ തുടങ്ങി മഴ.
നമ്മൾ സാന്ദ്രയ്ക്കൊക്കെയുള്ള ഫുഡ് വാങ്ങാനായിട്ട് SM കോളേജിലോട്ട് കയറി. നീ വിചാരിച്ചത് ഉറങ്ങുന്നതാണ്, പക്ഷേ ഇത് ഉറങ്ങുന്നതല്ല. ഇതിനാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാത്തോടെ ടയേർഡായിട്ട് ഇരിക്കുന്നതാണത്. ഫുഡില്ലേ? ഗൈസ്, നമുക്കിന്ന് ഡ്യൂട്ടി വേറൊരു കോളേജാണ്, ഫാത്തിമ സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന കോളേജിലാണ്. നമ്മൾ അങ്ങോട്ട് പോവുക. മഴയൊക്കെ നനഞ്ഞ് മഴക്കുഞ്ഞുങ്ങളായി, കോഴിക്കുഞ്ഞുങ്ങളായി. ഭയങ്കര ഈ സാന്ദ്രയുടെ നടത്തം ശരിയാവുന്നില്ല. വെളിയോട്ട് ഇറങ്ങിയാടാ, വെളി പോ, ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങ്. അല്ലെങ്കിൽ മരം അവിടെയൊക്കെ മരം മുറിച്ചിട്ടേക്കുക. നമ്മൾ പോവുകയാണ്. മഴയാണ് ഗൈസ്. പിന്നെ നമ്മൾ വിചാരിച്ചു അങ്ങോട്ടൊന്നും പോവാൻ അനുമതി ഇല്ലേ, ട്രെയിൻ കാണാമെന്ന്. ഒരു ട്രെയിൻ അവിടെ കിടപ്പുണ്ട്, എടുക്കൂ ഇല്ലേ ഒന്നും അറിയാൻ വയ്യ. എടുത്താ നമ്മള് ചാവും. പാണ്ടേ ക്യാമറ ഓണാക്കിയിട്ടാണ് വിടുവാതിരിക്കാൻ പറയുന്നത്. ട്രെയിൻ എടുത്താ പിന്നെ ഈ ട്രെയിൻ എടുത്ത് അങ്ങോട്ട് മാറി ഇരുന്നാ മതി, കാറ്റ് വരത്തേ ഉള്ളൂ, ആള് പോത്തില്ല. ആള് പോത്തില്ല, കാറ്റ് പോവില്ല, അത് മതി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഈ സെയിം പാട്ടാണ് ഗൈസ്. ഇന്ന് നമ്മളെ കോളേജിൽ ഒരാൾ വരും. നമ്മളെ കോളേജിലല്ല, SM കോളേജിൽ ഒരാൾ വരും. ആരാണ് വരുന്നത്? ബേസിൽ ജോസഫ്. യെസ്, നമ്മൾ ഒരുങ്ങി കെട്ടി ബേസിൽ ജോസഫിനെ കാണാനായിട്ട് പോവുകയാണ്. എല്ലാം ഭയങ്കരമായിട്ടൊന്ന് ഒരുങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മളെ കോളേജിൽ വന്നു. ഇത് ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത് എന്തോ പറ്റി വന്നോ രാവിലെ. ഭയങ്കര മഴ. ഇതാണ് മെയിൻ സ്റ്റേജ്. ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. മൊത്തം ചെളിയ. ഗൈസ്, ഇത് ആർച്ച VS എന്ന് ഭയങ്കര കാര്യത്തിൽ സാരി കൊടുത്ത് ആര് സാരി ഉടുപ്പിച്ചെന്ന് സാരി ഉടുപ്പിച്ചെന്ന അവിടെ ഹോട്ടലില്, കൈലാസ് ഹോട്ടലില് തൂക്കുന്ന ഒരു മാമിയാണ്. മാമന്റെ ഭാര്യ ആയിരിക്കും മാമി. പിന്നെ വണ്ടി വരുന്ന, അല്ലെങ്കിൽ മാമി എല്ലാം കൂടെ ഇപ്പം പോകും. വേറൊരു മാമി. നമസ്കാരം. ഹാസ്യശബ്ദാനുകരണ കലയായ മിമിക്രിയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം.
കൊള്ളാം. ഒരു ശബ്ദത്തിനടുത്ത് കേട്ടില്ലോട്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട അടിപൊളിയാരെയും കൊണ്ട്. വിളിച്ചു അവിടുന്ന് ആ ചേച്ചി വിളിച്ചില്ല. അടുത്തെല്ലാം ഗൈസ്. അപ്പം നമ്മളെ കൂടെ ആരാ വരുന്നേ നോക്കൂ. ഇതാണ് നമ്മുടെ സ്വന്തം ചെക്കൻ. ചെറുക്കന് പേരില്ല. ചെറുക്കന്റെ പേരാണ് ക്യാമറാമാൻ അല്ലേടാ? അതെ അതെ. ശ്രീരാജ്. എടാ ഒരു സിനിമ നടനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കിരൺ അണ്ണൻ. പൊന്മാനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഗൈസ്. നാടകത്തിന് ഫസ്റ്റ് അടിച്ചത് ചേട്ടനാ. കൊഞ്ചിനെ കട്ടോണ്ട് പോണത് മണപ്പിച്ച് നോക്ക്. കട്ടോണ്ട് പോണല്ലേ, കൊഞ്ചിനെ മറച്ചു വെക്കുന്നല്ലേ? അല്ല, അവര് പൊരിച്ച് തിന്നും കൊഞ്ചിനെ അല്ലേ? അല്ലേ? അങ്ങനല്ലേ ഇവര് അങ്ങനെ മറ്റേ അമ്പാൻ എടുത്തിട്ട് അടിക്കുന്ന ചെറുക്കന് അമ്മ വാരിട്ട് അടിക്കും ഗൈസ്. കിരണനെ വാരിയിട്ട് അടിക്കും ഗൈസ്. നമ്മളെ ഫോട്ടോ എടുത്തരോ? ഇല്ല, പ്ലീസ്. പൈസ വേണം. എത്ര രൂപ? 150. എത്ര ആണെങ്കിലും കുഴപ്പമില്ല. ഒരു മുട്ട പപ്സ് 2 ലക്ഷം 3 ലക്ഷം മുട്ട പപ്സ് ഞാൻ മേടിച്ചാ മതിയാ? എന്നാ മേടിച്ചരാ. അപ്പൊ ഒരു ഫോട്ടോ ഇട്ടിട്ട് വരാം ഗൈസ്. ബൈ. ദിവസം വന്നിട്ടുണ്ട്. 3-ാമത്തെ ദിവസം വന്നില്ല. 3-ാം ദിവസം വന്നില്ല. ഒരു കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു. 4-ാമത്തെ ദിവസം ഞാൻ പിള്ളേരോട് ഒത്തു ചേർന്നിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ബേസിൽ ജോസഫ് വരാനായിട്ട് നോക്കിയിരിക്കുകയാണ്. സെലിബ്രേറ്റ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരായ ശ്രീ ബേസിൽ ജോസഫിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ മകളായ പോപ്പ് എലിസബത്തിന്റെ ചിത്രം വരച്ച SM കോളേജിലെ വിദ്യാർത്ഥിയായ ശ്രീവിദ്യ ദേവിയെ ക്ഷണിക്കുന്നു. ഹലോ കേൾക്കുന്നില്ല, മൈക്ക് കേൾക്കുന്നില്ലേ? ഹലോ കൊല്ലം, ഹലോ കൊല്ലം. ഇത്ര എനർജി എന്ന നാട്ടിൽ പോയാൽ പോലും കേൾക്കില്ല. കൊല്ലമായിട്ട് അങ്ങനെ ഒരു ആത്മബോധം തുടങ്ങി, കുറെ കാലമായിട്ട് തുടങ്ങിയതാണ് ചെയ്തു. എന്നൊക്കെ കൊല്ലം വന്നിട്ടുണ്ടോ അതൊക്കെ വിജയമായിട്ടേ ഉള്ളൂ. ആദ്യം ഞാൻ കൊല്ലത്ത് വരുന്നത് 2000 വർഷം ഞാൻ പറഞ്ഞു കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. വാസ്തവ ഇതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി അന്ന് ഈ ഏരിയയൊന്നുമില്ല. അപ്പൊ അത് കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ഭാഗമായിട്ട് കോളേജ് പ്രൊജക്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് പരിപാടികളോട് ചേർന്നായിരുന്നു. അങ്ങനെ ആ പ്രൊജക്ട് വർക്കായി ഞങ്ങള് പരീക്ഷയ്ക്ക് പാസ്സായത്. പക്ഷെ ആ പ്രൊജക്ട് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. പക്ഷെ അതും വളരെ വിജയമായിട്ട് മാറി. പിന്നെ കൊല്ലത്തേക്ക് വരുന്നത് 2022
വിപിൻദാസ് സംവിധാനം ചെയ്ത ദർശന രാജേന്ദ്രനോടൊപ്പം അഭിനയിച്ച ജയ 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 എന്ന് പറയുന്ന സിനിമയായിട്ടാണ് വീണ്ടും കൊല്ലത്തേക്ക് വരുന്നത്. അതും വെറുതെയായില്ല, അതും വലിയൊരു വിജയമായിട്ട് മാറി. പിന്നെ കൊല്ലത്തേക്ക് വരുന്നത് 2024 നമ്മളെ കാരണവന്മാരായിട്ട് നമുക്കൊരു 10 വയസ്സുണ്ടാക്കണമെന്നില്ല, പക്ഷെ അത് പ്രവർത്തിക്കും. കാരണം കിട്ടുന്ന സിറ്റുവേഷനിലെല്ലാം എൻജോയ് ചെയ്യണം, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യണം. അതാണ് ലൈഫ്. അജേഷാണ് അജേഷ്. അതും വെറുതെ ആയില്ല. വീക്കിലി സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിലെ കാര്യത്തിൽ തന്നെ കൊല്ലം സ്റ്റാർ എന്ന് വിളിക്കാതെ പറയും. അപ്പൊ കൊല്ലമായിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന സമയത്താണ് 2025 വീണ്ടും ഈ പറയുന്ന കേരള സർവകലാശാല കലോത്സവത്തിൽ അതിഥിയായിട്ട് വീണ്ടും ക്ഷണിക്കപ്പെടുന്നത്. അപ്പോ ആ ക്ഷണം തന്നെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ ഇതുപോലെ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് പങ്കെടുത്ത ആ ഒരു സമയത്ത് വന്ന് ഇന്ന് ഈ വേദിയിൽ വന്ന് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ, ഒരു അതിഥിയായിട്ട് സംസാരിക്കാൻ എത്തി എന്നുള്ള ഒരു സാഹചര്യം എനിക്ക് ഒരു വലിയ വിജയമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ കലോത്സവം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ അറിഞ്ഞു വെച്ചിട്ട് സമാപനം നടത്താനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതിനു മുമ്പേ കലോത്സവം അങ്ങനെ നിന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ വളരെ വലിയ വിജയമായിട്ട് ഈ കലോത്സവം മാറി, അത് സമാപിച്ചു എന്നുള്ളത് എനിക്കും നിങ്ങൾക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഈ പറയുന്ന കോരിച്ചൊരിയുന്ന മഴയ്ക്കിടയിലാണെങ്കിൽ പോലും ഇത്രയും വലിയ വിജയത്തോടെ, ഇത്രയും വലിയ എന്താ പറയാ എനർജിയോടെ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് വന്ന് നിന്ന് ഈ പരിപാടി വിജയിപ്പിച്ചത് ഞാനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന്റെ സംഘാടകരോടും ഒക്കെ ഉള്ള ആശംസകൾ അറിയിക്കുന്നു. ഇവിടെ പരിപാടിക്ക് പങ്കെടുത്തിട്ട് സമ്മാനം കിട്ടിയ എത്ര പേരുണ്ട്? ഒന്ന് ആർക്കൊഴിച്ച് സമ്മാനം കിട്ടിയ ആൾക്കാരാണ് അല്ലേ? ഓക്കെ. എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു. സമ്മാനം കിട്ടാത്തവരെന്ന് ആർക്കൊഴിച്ച് അതും കുഴപ്പമൊന്നുമില്ല. ലിയാനോർഡോ ഡിക്കാപ്രിയോയ്ക്ക് വരെ ഒരു ഓസ്കാർ കിട്ടാൻ റെവലന്റ് എന്ന് പറയുന്ന പടം വരെ കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര ഓസ്കാർ അദ്ദേഹം വെറുതെ ഇതുപോലെ പോയി എന്നിട്ടാണ് അവസാനം ഒരു ഓസ്കാർ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് വിഷമിക്കണ്ട, നിങ്ങൾക്കുള്ള ഓസ്കാർ എന്തായാലും നിങ്ങളെ തേടിയെത്തും. ഇനി ഇത് രണ്ടും അല്ലാതെ വെറുതെ പരിപാടി കാണാൻ വേണ്ടി വന്നിരിക്കുന്ന എനിക്കറിയാൻ പറ്റും, അതങ്ങനെ വരും. കാരണം ഏത് കലയാണെങ്കിലും കല ആസ്വദിക്കാൻ ആൾക്കാരില്ലാതെ അതിനൊരു പ്രസക്തിയില്ല. സിനിമ കാണാൻ ആളില്ലാതെ ഇവിടെ എടുക്കുന്ന കാര്യമില്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു പരിപാടി, അതിന്റെ വൈബ്, ആ വൈബ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്ന നിങ്ങളെല്ലാവരും ഇല്ലാതെ ഈ പരിപാടി ഇത്രയും കളർഫുൾ ആകത്തില്ല. തീർച്ചയായിട്ടും നിങ്ങളാണ് ഇതിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഉള്ള എല്ലാവിധ ആശംസകൾ നേരുന്നു. നമ്മളെല്ലാവരും ഈ പറയുന്ന ഒരു ഓർമ്മകൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കോളേജ് ലൈഫിൽ എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമിൽ കണ്ടിട്ടുള്ള കോളേജിനേക്കാളും പുസ്തകങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള കലാലയത്തെക്കാളും ഒക്കെ അത് നമ്മൾ രണ്ടത്തെ കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടമാണല്ലോ ക്ലാസ് റൂമുകളിൽ പറയുന്നത്. അതല്ലാതെ ക്ലാസ് റൂമിന്റെ വെളിയിലാണ് ആക്ച്വലി ശരിക്കുള്ള നല്ല ഓർമ്മകൾ കലാലയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ക്ലാസ് റൂമിന്റെ വെളിയിലുള്ള ക്യാമ്പസിലെ മരത്തണലുകളിൽ ഇതുപോലുള്ള കലാലയ വേദികളിലും ഒക്കെ തന്നെയാണ് ഏറ്റവും നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുവരെയുള്ള എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാവുന്ന ഓർമ്മകൾ ഉണ്ടായിട്ടുള്ളത് ക്ലാസ് റൂമിന്റെ വെളിയിലൊക്കെ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു ഓർമ്മ ശേഖരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹവും നന്ദിയും ആശംസകളും അറിയിക്കുന്നു. ഒപ്പം ജയിച്ചാലും ഇല്ലെങ്കിലും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക, വലിയ സ്വപ്നങ്ങൾ കാണാൻ, വലിയ സ്വപ്നങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. ആത്മാർത്ഥമായിട്ട് സ്വപ്നങ്ങളെ നിങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്തുടർന്നുകൊണ്ടിരുന്നാൽ
ചിലപ്പോ ജീവിതം നിങ്ങൾക്ക് ഒരുപാട് നല്ല സർപ്രൈസുകൾ തരും. അത് നല്ലത് ചീത്തയാവാം. അത്തരത്തിലുള്ള നല്ല ഒരുപാട് സർപ്രൈസുകൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ചിലപ്പോ ഇതുപോലെ ഇവിടെ ഈ വേദിയിൽ ഒരു പ്രസംഗ മത്സരത്തിന് തോറ്റുപോയിട്ട് ഉള്ള ഒരാളായിരിക്കാം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതേ വേദിയിൽ മുഖ്യ ആദ്യമായിട്ട് വന്നിട്ട് പ്രസംഗിക്കുന്നുണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സർപ്രൈസുകൾ നിങ്ങളെ നേടിയെത്തട്ടെ. നല്ല നല്ല സർപ്രൈസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നന്ദി. ഒരിക്കൽ കൂടി കൊല്ലത്തെയും മറ്റ് കേരള യൂണിവേഴ്സിറ്റിയിലെ എല്ലാ നല്ല വിദ്യാർത്ഥികളോടും ഒക്കെ ഉള്ള സ്നേഹവും ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു നിങ്ങൾ ഇതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ ബേസിൽ ജോസഫിനെ കണ്ടു. ചരിത്രത്തിലെ